ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് അമ്പലത്തേക്ക് പോയാലോ? ഇന്നലെ തോന്നിയ മൈൻഡാണ് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? അടിപൊളിയല്ലേ? നമ്മളിതാ പറമ്പിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. പറമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ഞങ്ങൾക്ക് റോഡിൽ കൂടിയും പോവാം, പറമ്പിൽ കൂടിയും പോവാം. റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഉണ്ട്. അത് കാരണം ഞാൻ പറമ്പിൽ കൂടിയാണ് കേട്ടോ പോയി. സൂം ചെയ്ത് കാണിക്കണതാണ് കേട്ടോ അമ്പലം. അയ്യപ്പൻകാവിക്കാണ് കേട്ടോ ഞാൻ പോയി. ഇത് പുറം ഭാഗമാണ്. ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറിയൊക്കെ തൊട്ട് നമ്മുടെ പൂവൊക്കെ നമ്മുടെ മുടിയിൽ വെച്ച് അടിപൊളിയായി പ്രാർത്ഥിച്ച് സെറ്റായിട്ടാണ് നമ്മൾ പുറത്ത് വന്നിട്ടാണ് വീണ്ടും പ്രാർത്ഥിച്ച്. എന്നിട്ട് നമ്മളിതാ പാടല്ല, ഇവിടെ അമ്പലക്കുളത്ത് വന്നപ്പോൾ അതിൻ്റെ ചുറ്റോറൊക്കെ പാടം തന്നെയാണ് കേട്ടോ. അമ്പലക്കുളം കണ്ടപ്പോൾ അത് ഡ്രൈ ആയിട്ട് ലാൻഡായി. എന്നിട്ട് നമ്മളിതാ പാടമൊക്കെ വീഡിയോ എടുത്ത് നമ്മളും കൂടി അതിൻ്റെ ഒപ്പം കറങ്ങി സെറ്റായിട്ടോ. എന്നിട്ട് നമ്മളിതാ അവിടുന്ന് പുറപ്പെട്ട് അവിടുന്ന് ഇങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പം നമ്മളിതാ കുറിയുടെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പിന്നിൽ മുടിയുമ പൂവും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ നടന്ന് വരികയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മാല ഞാൻ തിരിച്ചിട്ടാണ് ഇട്ടിട്ടേക്കണേ. ഇതിൻ്റെ ഇടയ്ക്കാണ് അതിങ്ങനെ ആലോചിച്ച് വരുന്ന നേരത്തുണ്ട് ഒരു പൂച്ച സാറിനെ കണ്ടു കേട്ടോ. ആളെന്നെ കണ്ടിട്ട് ആദ്യം നിന്നു കേട്ടോ. പിന്നെ ആളിങ്ങനെ ഉരുണ്ട് മറിഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. എന്നിട്ട് നമ്മളിതാ പറമ്പ് ചാടിക്കടക്കാനുള്ളൊരു ഇതിൽ നടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ നേരവും പറമ്പിൽ കൂടെ ഇതാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ, അതാണ് കുഴപ്പമില്ല. അങ്ങനെ പോവുക. ഞാൻ എൻ്റെ പറമ്പിൻ്റെ അറ്റാണ് കേട്ടോ, അത് കാണിച്ചു തരികയാണ്. അപ്പം ഞാൻ പറമ്പ് ചാടിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പറമ്പൊക്കെ ചാടി വന്ന്, എളുപ്പമൊന്നുമല്ല. അങ്ങനെ എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് നമ്മളിതാ അടുത്ത അമ്പലത്തേക്ക്, ഞങ്ങളുടെ തറവാട്ടമ്പലമാണ് പാമ്പുംകാവ്, അവിടേക്ക് പോവുകയാണ്. ആ സൈഡിൽ കാണാനാണ് കേട്ടോ പാമ്പുംകാവ്. ഞങ്ങളിതാ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. അവിടെ ഒരു പട്ടീനെ കൂട്ടിന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കൂട്ടിൽ തന്നെയാണ് ഇരിക്കണത്, കെട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അവിടുന്ന് പോകുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ പണി പാളിയെന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പം നമ്മളിതാ ഡാൻസൊക്കെ കളിക്കണതിൻ്റെ ഇതാണ്. അപ്പം നമുക്കൊരു ഡാൻസ് ഒന്ന് കളിച്ചാലോ? സെറ്റല്ലേ? വായോ.